ഹായ് ഹലോ. ഇന്നത്തെ ടോപ്പിക്ക് ഒരു കുട്ടിക്ക് ഡ്രസ്സ് അടിക്കുമ്പോൾ അതായത് ഒരു ഫ്രോക്ക് അടിക്കുമ്പോൾ ക്ലോത്ത് എത്ര എടുക്കണം അതാണ് കേട്ടോ. ഈ ചെറിയ മക്കൾക്കൊക്കെ കംഫർട്ട് ആയിട്ടുള്ള ഡ്രസ്സാണല്ലേ ഫ്രോക്ക് എന്ന് പറയുന്നത്. സ്റ്റിച്ച് ചെയ്യാനും ഈസിയാണ്. പക്ഷെ ക്ലോത്ത് എത്ര എടുക്കണം എന്നുള്ള കാര്യത്തിൽ എപ്പോഴും ഒരു ഡൗട്ട് വരും അല്ലേ. നമ്മളൊരു കണക്കില്ലാതെ അങ്ങോട്ട് എടുക്കുകയും ചെയ്യും, അതങ്ങോട്ട് കുറേ വേസ്റ്റ് ആവുകയും ചെയ്യും. അപ്പോൾ ഇനി ആരും അങ്ങനെ ചെയ്യേണ്ടതാ, ഈ ഒരു മെത്തേഡ് നോക്കിയാൽ മതി. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഫ്രോക്ക് വരച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഏരിയ അല്ലാത്തതുകൊണ്ട് അത്ര വലിയ പെർഫെക്ഷനും കാര്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ അസ്യൂം ചെയ്താൽ മതി ഇതൊരു ഫ്രോക്കാണെന്ന്. നമുക്ക് എത്രയാണ് ക്ലോത്ത് വേണ്ടത് എന്ന് നിശ്ചയിക്കൽ ഇതാ ഈ കാണുന്ന അളവുണ്ടല്ലോ, അതായത് നമ്മുടെ വേസ്റ്റിന്റെ അളവ്. ഈ ഒരു വേസ്റ്റിന്റെ അളവിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ക്ലോത്ത് എത്ര വേണമെന്ന് നിശ്ചയിക്കേണ്ടത്. ആദ്യം നമ്മളിതാ ഈ ഒരു അളവാണ് എടുക്കേണ്ടത് കേട്ടോ. നമ്മുടെ കുട്ടിയുടെ വേസ്റ്റ് എടുക്കുക. ഇവിടെ ഞാൻ ജസ്റ്റ് ഇതാ 20 ആണ് കേട്ടോ എടുക്കുന്നത്. 20 എടുക്കുന്നുണ്ട് വേസ്റ്റ്. അപ്പോൾ നമ്മൾ ഫ്രോക്ക് അടിക്കുമ്പോൾ അത്യാവശ്യം ഒരു നെറിയൊക്കെ ഇട്ടിട്ടാണല്ലോ അടിക്കുക. അതായത് നോർമൽ ഫ്രോക്കാണ് കേട്ടോ, നല്ല ഹെവി ആയിട്ട് നെറിയൊന്നും കൊടുക്കുന്നില്ല, നോർമൽ ഫ്രോക്കാണ്. അപ്പോൾ ഞാനിവിടെ 20 ആണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ ഈ വേസ്റ്റിന്റെ ഇരട്ടിയാണ് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ എനിക്കിവിടെ 20 കിട്ടിയത്. 20 20ന്റെ ഇരട്ടി എന്ന് പറയുന്നത് 40. അപ്പോൾ 40 ഇവിടെ വേണ്ടത്. അപ്പോൾ നമുക്ക് 40 ഇഞ്ച് വേണം ഈ ഒരു വേസ്റ്റിന്റെ ഭാഗത്ത്. അപ്പോൾ നമ്മൾ ക്ലോത്ത് എടുക്കുമ്പോൾ ഇഞ്ചിലല്ലല്ലോ എടുക്കല്, നമ്മൾ എങ്ങനെയാണ് മീറ്റർ കണക്കിലാണല്ലോ എടുക്കല്. അപ്പോൾ ഈ ഒരു ഇഞ്ചിന് നമുക്ക് മീറ്ററിലേക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് 40 ഇഞ്ചാണല്ലോ കിട്ടിയത്. അപ്പോൾ ഈ ഒരു 40 ഇഞ്ചിനെ നമ്മൾ മീറ്ററിലേക്ക് മാറ്റി കൊടുക്കണം. അത് ഭയങ്കര സിമ്പിളാണ്. ഇതാ ഇതുപോലെ ഒരു ടാപ്പ് എടുക്കുക. ടാപ്പിന്റെ ഒരു ഭാഗത്ത് ഇഞ്ചും ഒരു ഭാഗത്ത് മീറ്ററുമാണ് അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിവിടെ 40 ഇഞ്ചാണ് നമുക്ക് കിട്ടിയത്. ആ ഒരു 40 ഇഞ്ച് ഇതാ നമ്മളെ ടാപ്പിൽ എടുക്കുക കേട്ടോ. എവിടെയാണ് 40? ഇതാ ഇവിടെ 40 വരുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഇതാ 102. അപ്പോൾ ഏകദേശം 40 എന്ന് പറയുമ്പോൾ 1 മീറ്റർ. അപ്പോൾ നമുക്കിതാ ഈ ഒരു 20 വരുന്ന അളവിൽ അടിക്കാൻ വേണ്ടിയിട്ട് 1 മീറ്റർ ആണ് കേട്ടോ എടുക്കേണ്ടത്. അതായത് നോർമൽ ഫ്രോക്ക് ആണ് കേട്ടോ, എക്സ്ട്രാ നെറിയോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല. ജസ്റ്റ് നമ്മൾ ഒരു സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നൊരു ഫ്രോക്കിന്റെ മെഷർമെന്റ് ആണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇതാ മിനിമം നമുക്ക് ഈ ഒരു 20 വേസ്റ്റിൽ അളവ് വരുന്ന ഫ്രോക്ക് അടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 40 ഇഞ്ചാണ് വേണ്ടത്, അതായത് 1 മീറ്റർ. ഇനി നമുക്ക് അതിൽ എക്സ്ട്രാ നിറയും കാര്യങ്ങളൊക്കെ കൊടുക്കണമെങ്കിൽ ജസ്റ്റ് ഇനി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതായത് ഈ 20 ഒരു ഇരട്ടിയാണല്ലോ നമ്മൾ എടുത്തിട്ടുള്ളത്, അതിൻ്റെ 2 ഇരട്ടി 3 ഇരട്ടിയൊക്കെ ആയിട്ട് അങ്ങനെ എടുക്കുക. അപ്പോൾ നമ്മളിതൊരു 3 ഇരട്ടിയായിട്ട് 60 എടുക്കുന്നതെങ്കിൽ നോക്കാം കേട്ടോ. 60 എടുക്കുന്നതെങ്കിൽ നമുക്ക് എത്രയാണ് വരിക? ഇതാ 1.5 മീറ്റർ വേണ്ടി വരും നമുക്കൊരു കുട്ടിക്ക് ഫ്രോക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഒരു 2 വയസ്സ് വരെയുള്ള കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ സിമ്പിളായിട്ട് തന്നെ നമുക്ക് 2 മീറ്റർ കൊണ്ട് നമുക്ക് ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കട്ടെ. ഇനി ഒരു 5 വയസ്സിനുള്ള മുകളിലുള്ള കുട്ടികളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ 2 മീറ്റർ എന്നുള്ളത് 3 മീറ്ററോ 4 മീറ്ററോ ഒക്കെ ആക്കിയിട്ട് എടുക്കാം. മെയിനായിട്ട് നോക്കേണ്ടത് ഇവിടുത്തെ ഈ ഒരു വേസ്റ്റിന്റെ അളവുണ്ടല്ലോ, ഇതിന്റെ ഇരട്ടി എത്രയാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നമുക്ക് ക്ലോത്ത് എടുത്താൽ മതി. അപ്പോൾ ഇതാ അത്രയും സിമ്പിളാണ് അല്ലേ. ഇതിനായിരുന്നു നമ്മൾ ഇത്രയും കാലം ടെൻഷൻ അടിച്ചുകൊണ്ടിരുന്നത്. ഒരു ക്ലോത്ത് എടുക്കാൻ പോകുമ്പോഴേക്കും വിളിക്കൂലേ നമ്മൾ ടൈലർമാർക്കോ എന്താ സ്റ്റിച്ചിങ് അറിയുന്നവർക്കൊക്കെ വിളിക്കും. ഹലോ എത്രയാണ് ക്ലോത്ത് എടുക്കേണ്ടതെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇനി ആരും അങ്ങനെ ചോദിച്ച് ബുദ്ധിമുട്ടി കൺഫ്യൂഷൻ അടിക്കൊന്നും വേണ്ട. ഈ ഒരു മെത്തേഡിൽ ചെയ്താൽ മതി. അതായത് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോകുന്നതിന് മുന്നേ ജസ്റ്റ് നമ്മുടെ കുട്ടീൻ്റെ ഒന്ന് വേസ്റ്റിൻ്റെ അളവ് എടുക്കുക, എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. എത്ര സിമ്പിളല്ലേ. അപ്പോൾ നമ്മുടെ ക്ലോത്തിൻ്റെ വീതി 40 45 ഒക്കെ വരില്ല. ചില ക്ലോത്ത് 60 വരെ വരുന്നതുണ്ട്. അപ്പോൾ നമ്മൾ ഒരു 60 വീതിക്കുള്ള ക്ലോത്താണ് എടുക്കുന്നതെങ്കിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ 1 മീറ്ററൊന്നും എടുക്കേണ്ട ആവശ്യം വരില്ല. ഇപ്പോൾ ഒരു 2 വയസ്സുള്ള കുട്ടിയാണെങ്കിൽ ആ ഒരു കുട്ടിൻ്റെ ഡ്രസ്സിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് ഒരു 16 15 ആ ഒരു ലെവലിലല്ലേ വരുള്ളൂ. അപ്പോൾ 60 വീതി വരുമ്പോൾ അതിൽ നിന്ന് ഒരു 16 15 എന്ന് പറയുമ്പോൾ അത്രയും ചെറുതായിരിക്കുമല്ലോ. ഇപ്പോൾ ഇതൊരു നമുക്ക് 60 മീറ്റർ വരുന്നുണ്ട് ക്ലോത്ത് എന്ന് വിചാരിക്കുക. 60 മീറ്റർ വീതി വരുന്ന ക്ലോത്താണ് കേട്ടോ. അപ്പോൾ ഈ ക്ലോത്തിൽ നമുക്ക് ഇത്രയും 60 വരുമ്പോൾ ഒരു നോർമലി 2 വയസ്സുള്ള കുട്ടിക്കൊക്കെ ഒരു 15 16 മതി. അപ്പോൾ ഒരു 15 16 എന്ന് വരുമ്പോൾ നമുക്ക് ഇത് അവിടെ വരെ ഒന്ന് അസ്യൂം ചെയ്യട്ടതാ ഇത്രേ വരുന്നുള്ളൂ. അപ്പോൾ നമുക്കിങ്ങനെ സ്ട്രൈറ്റിലൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഈ 2 പീസും ഒന്ന് ജോയിൻ ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ 1 മീറ്റർ എടുത്തിട്ടുള്ളത് അവിടെ നമുക്കത് 2 മീറ്റർ ആയിട്ട് കിട്ടും. അപ്പം അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ചുരുക്കി പറഞ്ഞ ഒരു 2 വയസ്സുള്ള കുട്ടിയാണെങ്കിൽ നമുക്കൊരു 1.5 മീറ്ററും, അതുപോലെ ഒരു 5 വയസ്സിനുള്ള താഴെ കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് 2 മീറ്ററും മിനിമം മതി കേട്ടോ. നമുക്ക് എക്സ്ട്രാ ഫ്ലെയറും കാര്യങ്ങളൊക്കെ കൊടുക്കണമെങ്കിൽ മാത്രം നമ്മൾ എടുക്കുന്നതിൻ്റെ ഇരട്ടിയൊക്കെ ആയിട്ട് എടുത്തു കൊടുത്താൽ മതി. സംഭവം അത്രയും സിമ്പിളാണല്ലേ. ഇതിൽ ആർക്കെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിലൂടെ ചോദിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഒരു അടുത്ത അടിപൊളി വീഡിയോ ആയി വരുന്നത് വരെ ബൈ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.